ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ സന്തോഷത്തിൽ ഓർക്കുന്നു. ഒപ്പം സഹോദരങ്ങളായ വിശുദ്ധ സിറിലിൻ്റെയും മെത്തഡിയസിൻ്റെയും തിരുനാളും സന്തോഷത്തോടെ ഓർക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തന്നോടൊപ്പമായിരുന്ന ജനങ്ങൾക്ക്, ഏതാണ്ട് 4000-ഓളം വരുന്ന ജനങ്ങൾക്ക് 7 അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. ഈ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് യേശു ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊന്ന് പെട്ടെന്ന് ആ ജനത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഇവർക്ക് വിശക്കുന്നുണ്ട്, ഇവർക്ക് അപ്പം നൽകണം. അപ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത്, ഈ വിജനമായ സ്ഥലത്ത് അവർക്ക് എങ്ങനെ അപ്പം നൽകാനാണ്? അപ്പോൾ അവരുടെ പക്കൽ 7 അപ്പമുണ്ട്, അവിടെ നിന്ന് ആശീർവദിച്ച് അവർക്ക് നൽകിയാണ്. ഈ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. തന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ തന്നോടൊപ്പം ആയിരിക്കുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് യേശുനാഥന് ഒരു ബോധ്യമുണ്ട്. അവർക്ക് ചില ആവശ്യങ്ങളുണ്ടെന്ന് അവിടെ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ മാനുഷികമായ കാര്യങ്ങളെക്കുറിച്ചും അവിടുന്ന് ബോധവാനാണ് എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുമ്പോൾ നമുക്കും ചില സംശയങ്ങളുണ്ടാകും. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി മാത്രമാണോ കർത്താവിൻ്റെ അടുക്കൽ? പക്ഷേ യേശുനാഥൻ നമ്മെ സ്നേഹിക്കുന്നത് പൂർണ്ണമായാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും അവിടെ നിന്ന് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ സുവിശേഷം. തന്നോടൊപ്പം തന്നെ കേൾക്കാനായിരുന്നവർക്ക് ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, അവർക്ക് ശാരീരികമായും ചില ആവശ്യങ്ങളുണ്ടെന്ന് അവിടെ നിന്ന് തിരിച്ചറിയുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും, അത് ആത്മീയമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ, അവിടെ നിന്ന് തിരിച്ചറിയുന്നുണ്ട്. അവിടെ നിന്ന് അതിനെക്കുറിച്ച് ബോധവാനാണ്. ഇനി അവിടത്തേക്ക് അറിയാം, ആ തിരിച്ചറിവ് അത് വെറുതെ തിരിച്ചറിവായി നിൽക്കുക മാത്രമല്ല, അവിടെ നിന്ന് അത് അത്ഭുതമായി നമ്മുടെ ഇടയിൽ അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഇടപെടുന്നുണ്ട്. കർത്താവ് അവിടെ ഇടപെടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ 7 അപ്പം അത് വർദ്ധിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം തൃപ്തിയാവോളം, വയറ് നിറയോളം നൽകുന്നുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിലെ കുറവുകളും കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. അതാണ്, ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ അവിടത്തേക്ക് എന്നെക്കുറിച്ച് ബോധ്യമുണ്ട്, അവിടെ തന്നെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് നൽകുകയാണ്. ഇതുപോലെ നമുക്ക് ചുറ്റുമായിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മൾ തിരിച്ചറിയണം അവരുടെ കുറവുകളെയും അവരുടെ ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിന് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാവണം. അത് യേശുനാഥൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വാലന്റൈൻ, റോമ സാമ്രാജ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ വിവാഹം അന്നത്തെ ചക്രവർത്തി തടയുകയുണ്ടായി. അദ്ദേഹം കരുതിയിരുന്നത് ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാരുടെ ശേഷി കുറയുമെന്നാണ്. പക്ഷേ വാലന്റൈൻ പ്രണയിച്ചിരുന്ന മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിച്ച് ചേർത്ത് കർത്താവിൻ്റെ ഏറ്റവും വിശുദ്ധ കൂദാശയ വിവാഹം നടത്തി കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം സ്നേഹിക്കുന്നവരെ ഒരുമിച്ച് ചേർത്തൊരു വ്യക്തിയാണ്. ഇതൊരു മാനുഷികമായ ചില മനുഷ്യരുടെ ആവശ്യങ്ങളാണ്. ആ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച വ്യക്തിയാണ് വാലന്റൈൻ. അതുപോലെ ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന സിറിലും മെത്തോഡിയസും സഹോദരങ്ങളാണ്. അവർ ഗ്രീസിൽ ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ്, സ്ലാവിക് ജനവിഭാഗം. അവർ വളരെ അടിച്ചമർത്തപ്പെട്ടൊക്കെ കഴിഞ്ഞിരുന്നൊരു ജനവിഭാഗമാണ്. എന്നാൽ അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ടി ഒരു ലിറ്റർജി തന്നെ രൂപപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത വിശുദ്ധരാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, അവരുടെ ആത്മീയമായ ആവശ്യങ്ങളും ശാരീരികമായ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിൻ്റെ പക്കൽ എത്തിക്കുകയും നമ്മാൽ കഴിയുന്ന സഹായം ചെയ്യുകയുമാണ്. യേശുനാഥൻ അത് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നത് പോലെ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ, വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ തമ്പുരാൻ അറിയുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹായിക്കുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അത് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.